യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ പ്രതിഷേധ സമരം പിൻവലിക്കാൻ പ്രതിപക്ഷവും തയ്യാറായി. രാജ്യത്ത് എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്താമെന്നതടക്കം നിരവധി വ്യവസ്ഥകളോടെയുള്ള സമാധാന കരാറിൽ ഇരുകൂട്ടരും ഒപ്പുവെച്ചു. ഇതോടെ 3 മാസത്തോളമായി രാജ്യത്ത് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് താത്കാലികമായെങ്കിലും അന്ത്യമായിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി ഇന്നലെ രാത്രി നടന്ന മണിക്കൂറുകൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് പ്രസിഡന്റ് സമ്മതം മൂളിയത്. പ്രസിഡന്റിന്റെ അധികാരം വെട്ടിക്കുറച്ച് ഭരണഘടന പരിഷ്കരിക്കുന്നതിനും ഐക്യസർക്കാരിന് അധികാരം കൈമാറുന്നതിനും ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. 2004 ഭരണഘടനയിലേക്ക് മടങ്ങുക, 10 ദിവസത്തിനുള്ളിൽ ഐക്യസർക്കാർ രൂപവൽക്കരിക്കുക തുടങ്ങി പ്രക്ഷോഭകർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണ നടപ്പിൽ വരുത്തുകയെന്നത് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാതറിൻ ആഷ്ടൺ ആശങ്ക പ്രകടിപ്പിച്ചു. Implementation is going to be key and very challenging, and in everything that we now do, we need to support the Ukrainian people to implement this agreement. It's a Ukrainian agreement and it should be implemented by them, and we will support them in doing that. ഇതിനിടെ 2004 രാജ്യത്ത് നടന്ന ഓറഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് യൂലിയ ടിമോഷെൻകോയുടെ ജയിൽ മോചനത്തിനായി ഉക്രൈൻ പാർലമെന്റ് ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി വരുത്തി. അഴിമതി ആരോപണത്തെ തുടർന്ന് 2011 ടിമോഷെൻകോയെ 7 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.